ജമാഅത്തെ ഇസ്ലാമി പിരിച്ചുവിടണമെന്ന് കാന്തപുരം വിഭാഗം. ആശയപരമായും സംഘടനാപരമായും ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു. SSFന്റെ വാരികയായ റിസാലയുടെ മുഖപ്രസംഗത്തിലാണ് പരാമർശമുള്ളത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് വിവരങ്ങളുമായി. ഗോകുൽ, ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ? ഈ ഹാക്കിമിയത്വവാദം, അതായത് ഇസ്ലാമിക ദൈവിക ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന മൗദൂദി രൂപീകരിച്ചതും അതിന്റെ പ്രവർത്തനമൊക്കെ ആ രീതിയിൽ തന്നെയായിരുന്നു. ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികളൊന്നും നമ്മുടെ സർക്കാർ ജോലികളിൽ പോലും തേടുകയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വിഷയം, അതായത് ഈ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വിമർശിക്കപ്പെട്ട സമയത്ത് കഴിഞ്ഞ വർഷ സമയത്തൊക്കെയാണ് ഇവർ പറഞ്ഞത്, ഞങ്ങൾ ഈ മൗദൂദിയുടെ എല്ലാ ആശയങ്ങളെയും ഒന്നും പിൻവറ്റുന്നില്ല, ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ലേഖനം വന്നത്. അതായത് ദൈവിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച സംഘടന അതിന്റെ രൂപീകരണ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സംഘടന പിരിച്ചുവിട്ടുകൂടാ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ SSFന്റെ വാരികയായിട്ടുള്ള റിസാലയിലൂടെ ചോദിക്കുന്നത്. മുസ്ലിം AP സുന്നി വിഭാഗത്തിന്റെ വിദ്യാർത്ഥി സംഘടനയായ SSFന്റെ വാരികയാണ് ഈ റിസാല എന്ന് പറയുന്നത്. അതിലൂടെയാണ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത്. മുസ്ലിം പൊതുധാരയിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തിയ ഏക ഘടകം എന്ന് പറയുന്നത് ഇവരുടെ ഈ ദൈവിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ്. അതിൽ നിന്ന് പിന്നോക്കം പോയിട്ടുണ്ടെങ്കിൽ സംഘടന പിരിച്ചുവിട്ടിട്ടിപ്പോൾ ഈ മുസ്ലിം പൊതുധാരയിൽ ലയിക്കാൻ ഇവർ തയ്യാറാകണമെന്നൊരു കാര്യം കൂടി, ഒരു ഉപദേശം കൂടി ഈ റിസാലയുടെ ഈ ലേഖനത്തിൽ ഉണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം അല്ലെങ്കിൽ ദൈവിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനം നേരത്തെ തന്നെ വിമർശിക്കപ്പെടുന്നതാണ്. മുസ്ലിം സമസ്തയുടെ വിവിധ വിഭാഗങ്ങൾ, EK വിഭാഗമായാലും AP സമസ്തയായാലും ഇത്തരം വിമർശനങ്ങൾ നേരത്തെ പങ്കുവെക്കാറുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് ഇനി പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിരിച്ചുവിടണമെന്ന ആവശ്യം ഈ മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അനു, ശരി.